ഇത് കാലിഫോർണിയയിലെ ഓഷ്യൻ സൈഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇന്നത്തെ പോലെ വല്ല ഊരിക്കിടക്കണമെന്ന് നോക്കുക ഇനി അതല്ലെങ്കിൽ ചുമ്മാ പാലാന്ന് പറഞ്ഞാൽ ചുമ്മാ ചില്ലറ കളിയല്ലെന്ന് മനസ്സിലായി. പാലാന്ന് പറഞ്ഞാൽ മറ്റെന്തോ അർത്ഥങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ അങ്ങ് ഇട്ടാ ചാർജ് ചെയ്തിട്ട് ഇപ്പം അവിടെ അതൊരു ഇതുപോലെ ഇരിക്കുന്നതായിരിക്കും നല്ല. കിലോമീറ്റർ അടിപൊളി. ശാന്തതയുള്ള ഏരിയ. ഇവിടുന്ന് നല്ല കിടിലം കാഴ്ചകളാണെന്നാണ് നമ്മുടെ ദേവസ്വേച്ചൻ പറഞ്ഞത്. വന്നപ്പോ ഫോഗായിരുന്നു കംപ്ലീറ്റ്. Turn left on Trestle Street, then take the first right. ആടിപ്പോളി. പിന്നല്ല എന്തോ റെസിഡൻഷ്യൽ ഏരിയ ആണല്ലേ കൂടുതലും. ഒരു സൈഡ് കുട്ടിക്കാനത്ത് നിൽക്കുന്ന പോലെ. സത്യം ഒരു പീരുമേട് കുട്ടിക്കാനം അല്ല, അതുപോലെ അത് ഫോഗൊക്കെ കയറി. അതുപോലെ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ടെമ്പറേച്ചർ രാവിലെ 12-13 ഉള്ളതായിരുന്നു. ആലോചിച്ച് നമ്മുടെ നേതാക്കന്മാരെ കുട്ടിക്കാനം ഇതുപോലെ അങ്ങ് ഡെവലപ്പ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് കുട്ടിക്കാനം അല്ലേ. കുട്ടിക്കാനൊക്കെ അടിപൊളിയാക്കാൻ സ്ഥലമല്ലേ. നമ്മുടെ കടലാസ് റോസ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഈ ചെടിയൊക്കെ കണ്ടിട്ടില്ലേ? ഇത് ഈ വാഴ പോലെ ചെറിയ അതൊക്കെ ഞാനൊക്കെ വീട്ടിലുണ്ടായിട്ട് വലിച്ചു പറിച്ച് പള്ളക്കളയായിരുന്നു. കാട് കയറി വളരുന്ന നമ്മുടെ പ്രകൃതിയില്. അതെ. രാവിലെ തന്നെ ജോലിക്കാരുടെ തിരക്കാണല്ലോ. പിറ്റ്സ്ബർഗ് പോയിട്ടുണ്ടോ? പെൻസിൽവാനിയ. പെൻസിൽവാനിയക്ക് പോയിട്ടുണ്ട്. അത് പിറ്റ്സ്ബർഗ് എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. പെൻസിൽവാനിയ ഒരു പക്ഷേ ഷോർട്ട് ട്രിപ്പ് ആണ് പെൻസിൽവാനിയക്ക് അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിലെ പിറ്റ്സ്ബർഗ് നമ്മുടെ അവിടുന്ന് ഷോർട്ട് ട്രിപ്പാണ് പിറ്റ്സ്ബർഗ്. അത് ഇതുപോലെ ഭയങ്കര കയറ്റം ഇറങ്ങി. ഞാനൊരു പ്രാവശ്യം അവിടെ പോയിട്ട് എൻ്റെ സകല ദൈവങ്ങളെയും ഞാൻ വിളിച്ചു. ഞാനൊരു പ്രാവശ്യം മറ്റേ നമ്മൾ വാഷിങ്ടണിന് പോയപ്പം ഒരു സ്ഥലമാണ് അത് ഇങ്ങനെ എനിക്ക് തന്നെ സംശയമായത് ഏതാ ഈ ട്രക്ക് കയറ്റാൻ പറ്റുമോ. അതിങ്ങനെ ഇരിക്കുന്ന അന്ന് പോയപ്പോ എന്നാ വെച്ചാൽ ഗിയറിന്റെ ഇതുകൂടെ ആയിരുന്നു. ഞാൻ കാലൊക്കെ ക്ലച്ചൊക്കെ അടിച്ചിട്ട് അവിടുന്ന് താഴെ തേർഡ് ഗിയറിലൊക്കെയാ മണ്ട പോലെ ഇത് നിക്കരുത് കാരണം ഇങ്ങനെ കിടന്നിട്ട് അതിന്റെ അപ്പുറം എന്നാന്ന് അറിയത്തില്ല. എന്നിട്ട് മണ്ട ചെന്ന് അത് തന്നെ ഈ കയറ്റിറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. അന്ന് തന്നെ സംഭവിച്ചതെന്ന് അറിയോ, ഫുൾ ലോഡ് വണ്ടി ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്ത് ഒരു പൗണ്ട് പോലും കൂടുതലില്ലാതെ നമ്മൾ നിറച്ച് കിട്ടുക. വണ്ടി പോയിപ്പോ ഒരു കയറ്റം കയറാൻ തുടങ്ങി. കയറ്റം എന്ന് പറഞ്ഞാൽ കുത്തനെ കയറ്റം, ഒറ്റ ലൈൻ. നമ്മളെ പുറകിൽ നിറയെ കാറുകൾ. ഒരു ഇച്ചിരി കയറ്റം അങ്ങ് കയറിയിട്ട് പിന്നെ കയറ്റം വലിക്കുന്നില്ല. കാരണം നമ്മുടെ ഡ്രൈവ് ആക്സിലിനല്ലേ ഇതിന് പവറുള്ളൂ. ഈ കയറ്റം കയറി നിൽക്കുമ്പോഴത്തേക്ക് ലോഡില് ട്രെയിലറിൽ വെയിറ്റ് വന്നിട്ട് വെയിറ്റ് മുഴുവൻ ബാക്കിലായി. ഫ്രണ്ടില് വെയിറ്റ് കുറവല്ലേ, ബാക്കിലല്ലേ വെയിറ്റ്. നമ്മള് കാല് കൊടുക്കും തോറും ടയർ കിടന്ന് ഇറങ്ങി പുക വന്നോണ്ടിരിക്കുക. ബാക്കി പവറില്ലല്ലോ. എന്റെ ദൈവമേ, റിവേഴ്സ് ഇറക്കാൻ പറ്റൂല. ബാക്കി നിറയെ കാറുകൾ ഇരിക്കുമല്ലേ. നമ്മൾ എന്ത് ചെയ്യും? എന്റെ പ്രാർത്ഥന ബ്രേക്ക് ഇട്ടാ ബ്രേക്ക് അല്ലേലും നിക്കണേ കർത്താവെന്നാ. കാരണം പുറകിലേക്ക് റോൾ ചെയ്യാൻ പോയാൽ എന്ത് ചെയ്യും? നമ്മള് വണ്ടി കയറണല്ലോ. അയ്യോ, അത് ഞാൻ പണ്ട് ഇതുപോലെ ഇതേ സെയിം ഇതാ കൊറേ കാറുകാർക്ക് അറിയില്ലല്ലോ. അതെ, ഫുള്ളോടും ഗിയർ അന്ന് ക്ലച്ച് കാറുകാരിങ്ങനെ മൂട്ടി വന്ന് നിന്നിട്ട് ഇവൻ എന്നെ പോവാത്ത എടുത്തോണ്ട് പോടാ ഇറക്കുകാരെന്നൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡ് നിൽക്കുക അങ്ങോട്ട്. അന്നിങ്ങനെ ക്ലച്ച് കൂടെ ചവിട്ടി കാലുണ്ടല്ലോ ഇങ്ങനെ വിറയ്ക്കുക. കാരണം വെച്ചാൽ ഇതിന്റെ ബലം ഉണ്ടല്ലോ, ഈ ക്ലച്ചിന് വെച്ചിട്ട് ബലമുണ്ട്. കുറെ നേരമായിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ക്ലച്ച് കാലെടുത്താ വണ്ടി പുറകോട്ടും പോവും,
ഇത് നിന്നും പോരുതല്ലോ. നമ്മുടെ കാഫിരുന്ന് പഴുക്കും. അയ്യോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മറ്റേ സോൾട്ട് ലേക്ക് സിറ്റി ഡാർക്കൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് എഞ്ചിൻ ബ്രേക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു. എനിക്കൊന്ന് ഒരു ഓയിൽ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് കുറയാൻ വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കണം. എഞ്ചിൻ ബ്രേക്ക് ഇട്ടിട്ട് അങ്ങ് എഞ്ചിൻ ബ്രേക്ക് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നേ ഇല്ല. പണ്ട് നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ ഏരിയയിലും ഇതുപോലെ കയറ്റവർക്കങ്ങളില്ലേ? ഉണ്ട്. അവിടെ ഞാൻ ഒരു പ്രാവശ്യം ഡെലിവറിക്ക് പോയി. അത് ഞങ്ങളൊരു പ്രാവശ്യം പോയത് അങ്ങ് സാൻ ഫ്രാൻസിസ്കോ നമ്മള് ആ ടൗണും കഴിഞ്ഞിട്ട് ഒരു ദ്വീപ് പോലെ ഐലൻഡ് പോലെ കിടക്കുന്നത്. അതെ, അതിന്റെ അകത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ അതിന്റെ അകത്തൊരു പട്ടിക്കാട്. അത് ഞങ്ങള് പെട്ടെന്ന് പറഞ്ഞാ അന്ന് ആരായിരുന്നു പുള്ളി എന്ന് പറഞ്ഞാലേ അത് അന്ന് ഇവിടുന്ന് പോയാൽ നേരെ കടലാ, വേറെ സ്ഥലത്തോട്ടൊന്നും പോയാലേ കടലില്ലേ പോവുള്ളൂ, വേറെ ഇടത്തും പോയി. അന്ന് ഞങ്ങള് ട്രക്ക് കൊണ്ടുപോയിട്ട് ട്രക്കിനുള്ള വഴിയേ അല്ലത്, പക്ഷെ അവരെന്തോ ഡെലിവറി ഓർഡർ ചെയ്തേക്കണോണ്ട് നമ്മളെ ലോഡ് കൊണ്ട് പോവാ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, റോഡ് സൈഡില് മറ്റേ നോ പാർക്കിങ് ഞങ്ങൾ വണ്ടി ഇട്ട് അവര് എന്നിട്ട് വണ്ടിക്കകത്ത് കയറി സാധനം ഇറക്കി തലച്ചോടായിട്ട് അവര് സാധനം കൊണ്ടുപോയത് അവരുടെ അങ്ങോട്ട്. അതുപോലെ സ്ഥലമില്ലാത്ത ഒരു വള്ളിക്കെട്ട് സ്ഥലമൊക്കെ. സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് യൂണിഫോം ഇല്ലല്ലോ. ഇവിടെ എന്ത് യൂണിഫോം? അവന്മാരെ ഇത് ഞങ്ങളെ റൈറ്റാന്ന് പറഞ്ഞ് നേരെ ഒന്നും നോക്കാതെ പിന്നല്ല. ഒറ്റ വീടുകൾക്ക് പാർക്കിംഗ് അകത്തേക്കില്ല, എല്ലാ റോഡ് സൈഡ് പാർക്കിംഗ് അല്ലേ? ഇച്ചിരി പഴയ ഏരിയ. ഇച്ചിരി പഴയ ഏരിയ. In 1 kilometer, be in either of the 2 right lanes. Then turn right on California 78 West. നമ്മുടെ ഇങ്ങനെ ഈ ഭാഗമുണ്ട് ചില മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അകത്തോടെ പോകുമ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ ഏകദേശം, കാരണം അതിങ്ങനെ കാറ് പിടിച്ച് കിടക്കുന്നോണ്ടാ ഇങ്ങനെ തോന്നുന്നു ഈ ഒരു രീതി. Turn right at the traffic light. ടൈറ്റ് ആയിരിക്കും അല്ലേ? ഇല്ല, കുഴപ്പമില്ല. കയറ്റി എടുക്കണമെന്നുള്ളൂ. പിന്നെ അല്ല, നല്ല കളർഫുൾ ആയിട്ട് നന്നായിട്ട്. ഞാനിപ്പോ ചിന്തിച്ചോളൂ, നമ്മൾ ആ വീടിന്റെ ഒക്കെ ഫ്രെയിംസ് എടുത്തപ്പോ ഈ മഞ്ഞ പൂക്കള് സൈഡിൽ കൂടെ പോകുന്നതേ നല്ല രസമുണ്ടായിരുന്നു വിഷ്വൽസ്. സ്കൈ ഡൈവിങ്, ഇൻഡോർ സ്കൈ ഡൈവിങ് ചെയ്യണമെങ്കിൽ നമ്മൾ അല്ലാതെ തന്നെ വൈദ്യുതി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൂടെ എനിക്കൊന്ന് സ്കാർബ്രോയിലില്ലേ, അല്ല ഇൻഡോർ സ്കൈ ഡൈവിങ് അല്ലേ, നമ്മൾ ആ മറ്റേ 401-ന്റെ സൈഡിൽ തന്നെ ഉണ്ടല്ലോ, അങ്ങനെ ഏതാണ്ടുണ്ട്. ആ ന്യൂ മാർക്കറ്റിന്റെ ഭാഗം. നമ്മുടെ ഇടതുവശത്തൊക്കെ നിറയെ പാം ട്രീസ് കണ്ടോ? അപ്പം അതിന്റെ അറ്റത്താണ് നമ്മുടെ കടലുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയക്ക് ഓഷ്യൻ സൈഡ് എന്ന് പറയുന്ന പേര് വന്നേക്കുന്നത്. നമുക്ക് എങ്ങാനും ഇടയ്ക്ക് കടലിന്റെ ഒരു വിഷ്വൽ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുവരാം. അമേരിക്കയിലെ വന്ദേ ഭാരത് നല്ല കളറൊക്കെ ആയിട്ട് അടിപൊളി. നമ്മുടെ ആ അങ്ങേയറ്റത്ത് കടൽ കാണാം, പക്ഷെ ഫോഗ് ആയതുകൊണ്ട് അങ്ങ് ക്ലിയർ ആയിട്ട് കാണത്തില്ലല്ലേ. കാലിഫോർണിയ ഉണർന്നു വരുന്നതേ ഉള്ളൂ അല്ലേ? രാവിലെ നന്നായിട്ട് ഉണർന്നതാ. കുറെ പേര് ജോലിക്ക് 7 മണിക്ക് നിന്നാ. ഇത് രണ്ടാമത് ഉണർന്നവര് പോയെന്നാ. ആ ബാച്ചിന്റെ ഉണർച്ച കഴിഞ്ഞ. അതെ, ആദ്യത്തെ ബാച്ചിന്റെ ഉണർച്ച ഇത് രണ്ടാം സെക്ഷൻ. ഇവർക്ക് അത്രയ്ക്ക് ഇങ്ങനെ ഇതുള്ളവരല്ല. രാവിലെ പോകുന്നവർക്ക് ഒരുപാട് ബാധ്യതകളൊക്കെ ഉള്ളവരാ. ഇതുണ്ടല്ലോ ബോസുമാരായിരിക്കും. ഇതൊക്കെ ബോസുമാര് 10 മണിയൊക്കെ ആവുമ്പോ ചെന്നാ 5 മണിക്ക് പോയവരൊക്കെ പണിക്കാരും. ഇതുപോലെ എനിക്ക് തോന്നിയായിരുന്നു നിങ്ങൾ നല്ല ട്രാഫിക്കിൽ ഇച്ചിരി പെട്ടായിരുന്നല്ലേ? അതല്ലേ പറഞ്ഞേ, അവിടെ
100 കിലോമീറ്ററേ ഉള്ളൂ. അതായത് ബാർസ്റ്റോവിൽ നിന്ന് 225 കിലോമീറ്ററേ ഉള്ളായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ 4 മണിക്കൂർ മിച്ചമുണ്ട്. ബാർസ്റ്റോവിൽ നിന്ന് ഇറങ്ങും. ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഏകദേശം അരമണിക്കൂർ നേരത്തെ വന്നെന്നുള്ളൂ. ജസ്റ്റ് അരമണിക്കൂർ നേരത്തെ വന്നെന്നുള്ളൂ. അത് കഴിഞ്ഞ് മൊത്തത്തിൽ ഒന്ന് ചന്ത. ഇപ്പൊ ബോസുമാരൊക്കെ എല്ലാരും മണിക്ക് എത്തിയിട്ടില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്ക്. ഇപ്പൊ സമയം 8:30 നമ്മള് പിക്കപ്പ് എടുക്കാൻ പോകണ സ്ഥലം സാറേ, അടിപൊളി സ്ഥലം. ഞാൻ ഈ ചൈനക്കാരുടെ പേര് കണ്ടപ്പോഴത്തേക്കും ഞാനൊന്നും മനസ്സി അന്താളിച്ചു. ചൈനക്കാരുടെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് ഉണ്ടേ അവിടെ എന്തെങ്കിലും ഒരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ടാവും. അതുണ്ട്. സൈഡില് മറ്റേ ടോയ് എടുക്കുന്നത്, ടോയുടെ അത് ആ ഒരു ചൈനക്കാരുടെ ഇടയില്ലാത്തൊരു സ്ഥലമായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? നമ്മളിങ്ങനെ ലാസ്റ്റ് ഡോക്ക് നമുക്ക് കിട്ടിയോണ്ട് എടുത്തു ഓർക്കുന്നുണ്ട്. വഴി കിടന്നിട്ട് വഴിയിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കണം. ഉണ്ട്. എന്നിട്ട് നമ്മൾ കുറെ നേരം റോഡ് സൈഡിൽ ഇരുന്നൊക്കെ. അതെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഡോക്ക് കിട്ടിയപ്പോഴത്തേക്ക് നമ്മള് സ്വാഭാവികം. പക്ഷെ ഇതെന്തായാലും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു സ്ഥലം. ഇപ്പൊ നമ്മൾ വന്ന പോലത്തെ വലിയ ഒരു വെയർ ഹൗസ് ഒക്കെയാ. നമ്മൾ വേണ്ട ഇന്റർസ്റ്റേറ്റ് 5 എന്ന് പറയുന്ന ഹൈവേയിലൊക്കെയാണ് കയറുന്നത്. 5ന്റെ സൈഡിലാണോ ഏതാ നമ്മളെ പിക്കപ്പ്? അല്ല, അറിയാം. നമുക്ക് വേറെ അതിന്റെ അകത്തോട്ട് 60 എന്ന് പറഞ്ഞ ഹൈവേയുടെ ഒക്കെ സൈഡിലല്ലേ, സിറ്റി ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഭാഗത്ത്. അടിപൊളി സ്കൂൾ ബസ് ആണുള്ളത്. Continue on I-5. പുതിയതാ കടല് കാണാം. കടല് തിരയടിക്കുന്നു. ഇത്രയും കടൽ അങ്ങോട്ട് പോയി. ഇടയ്ക്ക് കടലിന്റെ വിഷയിൽ കിട്ടാൻ സാധ്യതയുണ്ടല്ലേ? ഇത് 5ന്റെ സൈഡല്ലേ ചിലപ്പോൾ. നമ്മുടെ ഇടതുവശത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ ഫോഗ് മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഓഷ്യൻ പസഫിക് ഓഷ്യൻ ആണ്. പസഫിക് ഓഷ്യന്റെ സൈഡിൽ കൂടെയുള്ള ഇന്റർസ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്ന ഒരു റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കിടിലം കാഴ്ചകളാണ് ഈ ഒരു റോഡ് സൈഡിൽ നിന്ന്. സീനിക് റോഡാണിത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സ്കെയിലിൽ കയറുമ്പോൾ എന്തുകൊണ്ടാണ് പുറകിലുള്ള ആൾ ബാക്കിലേക്ക് കയറേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? സ്കെയിലിലേക്ക് പയ്യെ കയറിക്കൊണ്ടിരിക്കുക. അതെ ലോഡഡ് ട്രെയിലറിന് ഒരു ബേയും എം ജി ട്രെയിലറിന് വേറൊരു ബേയും ആണുള്ളത്. റണ്ണിങ്ങിൽ നമുക്ക് കാണിച്ചു തരാം. കഴിഞ്ഞു. സെറ്റ്. കറക്റ്റ് കുട്ടിക്കാരനത്ത് നിന്ന് ഊട്ടിയിലേക്ക് എത്തിയ ഒരു ഫീല്. എന്നാ രസം ഇവർ ആ കൺസ്ട്രക്ഷൻ ചെയ്ത വീടുകളൊക്കെ ഇരിക്കുന്നതിന്റെ ഒരു ഭംഗിയല്ലേ? മല അവരെ ഇടിച്ച് തകർക്കാതെ അവിടെ ചെയ്യുന്നോണ്ടാ ഭംഗി വരുന്നത്. അതും അതിന്റെ വൃത്തിക്ക് എല്ലാ കെട്ടിടവും ഇരിക്കുന്ന ഒരു എന്നാ പറഞ്ഞ ആർട്ട് വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നു. മാർബിൾ ഹെഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. മാർബിൾ ഹെഡ് പറയുകയാണെങ്കിൽ ഹൈവേ 5 നോർത്ത് എക്സിറ്റ് നമ്പർ 78ന്റെ ഭാഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഓ നോക്ക് ദേവദാ മല. അവിടെയുള്ളവർക്ക് നല്ല വ്യൂ ആയിരിക്കും.
ആ മലയാളം മോളിൽ നിന്ന് ഓഷ്യൻ വ്യൂ ആയിരിക്കും കറക്റ്റ്. Continue on I-5. രാവിലത്തെ ആ ഫോഗൊക്കെ മാറി എന്തായാലും വെയിൽ വന്നു അല്ലേ? എന്താ ട്രീയെ ട്രീറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ട്രീ കട്ടിങ് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാ അല്ലെ? ട്രീ ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിൽ മറ്റേ ACV-കാർക്കൊക്കെ കൊടുക്കണമല്ലോ ടച്ചിങ്സ് അതുപോലത്തെ അവര് എന്തൊക്കെയാണ് മരംപെട്ടുകാർ വേറെ വേണം. ഇതാകുമ്പോൾ ഇത് പറഞ്ഞ വെച്ചാൽ അങ്ങനെ പൊക്കി നിർത്തി കഴിഞ്ഞാൽ സൈഡ് വിടാൻ എനിക്കൊന്ന് എവിടെയാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പൊ മോഡേൺ ആയതുകൊണ്ട് പിന്നെ ആരും റിസ്ക് ഒന്നും എടുക്കുന്നില്ലല്ലോ. കൂടുതൽ അവയർനെസ് ഒക്കെ വന്നുകൊണ്ട് പിന്നെ ഇത് പെട്ടെന്ന് പരിപാടിയും തീരും. പിന്നെ ഇത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൂ നാട്ടിലെ. ഇങ്ങനെ ഒരു സാധനം വന്നു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാതെ KCB-യുടെ മറ്റേ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെ കിടക്കും. തുരുമ്പ് പിടിച്ച് മറ്റേ ഇന്നാള് മറ്റേ എറണാകുളത്ത് അവിടെ അങ്ങനെ KSRTC-യുടെ ഈ മറ്റേ വോൾവോ വണ്ടികളൊക്കെ കിടക്കുന്നു. ലോ ഫ്ലോറുകളെല്ലാം നശിച്ചു പോയതായി. അത് ചുമ്മാ അല്ലാത്തവർക്ക് കൊടുത്താൽ മതി. റെസ്റ്റോറന്റ് നടത്താൻ വേണ്ടി ഇത് പറ്റൂല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് ലേലം ചെയ്താൽ നാട്ടുകാർക്ക് കൊടുത്താൽ മതി. അല്ല ഞാൻ പറഞ്ഞപ്പോ ഈ റെസ്റ്റോറന്റ് പോലെയൊക്കെ നടത്താനൊക്കെ ഉള്ളവരെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെയൊക്കെ കൊടുക്കുന്നേ വണ്ടി ഫുഡ് ട്രക്ക് ആക്കാം. ഫുഡ് ട്രക്കോ ഒരു സൈഡ് അവർക്ക് ചെറിയൊരു കിച്ചണും അതിന്റെ അകത്ത് അവിടെ ഇവിടെ ഡൈൻ ചെയ്യാനുള്ള സെറ്റപ്പിലും ഒക്കെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ കണ്ടില്ല വീടിന്റെ ബാക്ക് യാർഡില് ഈ പഴയ ബസ് മേടിച്ചിടും. അതായത് സ്റ്റോറേജിന് വേണ്ടി അതിന്റെ സീറ്റെല്ലാം കളഞ്ഞിട്ട് സ്റ്റോറേജ് ആക്കും. രാവിലെ തന്നെ തിരക്ക് തുടങ്ങിയല്ലോ. ചെറിയ തിരക്കെങ്കിലും ഇല്ലെങ്കിൽ ഇത് എന്ത് കാലിഫോർണിയ അല്ലേ? സൈഡ് ചേർത്ത് കൊടുത്തിട്ട് ചളുക്കിയിട്ടുണ്ട്. എന്നാ സാറേ അതിന്റെ ഈ സൈഡ് കൊടുത്തേ കണ്ട് ചെറിയ തട്ട് കൊടുത്തിട്ടുണ്ടോ? പൊളിഞ്ഞിരിക്കുന്നുണ്ട്. സൈബർ ട്രക്കിന്റെ അല്ലേ? പക്ഷെ അത് പൊളിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പാനലുണ്ടല്ലോ അവർ ഒട്ടിച്ചു വെച്ചേക്കുള്ളൂ. അത് ഒന്ന് സ്ക്രൂയിങ്ങോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പശയിലുള്ള കളിയാണ്. എന്നിട്ട് ഇത് ഇന്നാളെ ഇതിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു കോൾ ബാക്ക്. കാരണം എന്താ വെച്ചാൽ കാറ്റടിക്കുമ്പോ ഹെവി വിൻഡ് അടിക്കുമ്പോ ആ പാനല് പറഞ്ഞു പോയിരുന്നു എന്ന് പറഞ്ഞോണ്ട്. ഓ അത് ശരി. നമ്മൾ മറ്റേ ഫെബിക്വിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ. അതെ. അപ്പൊ അതിനെ ഒത്തിരി വണ്ടി അവര് റീകോൾ ചെയ്തു. അതല്ലേ മറ്റേ സൈബർ ട്രക്ക് മൊത്തത്തിൽ അടിപ്പോയത്. ഇത് കാരണം ഇത് ഈ വലിയ വെടിയുണ്ടാനെ വരെ തടഞ്ഞു നിർത്തുന്ന അത്ര ഹൈ ഹെവി മെറ്റീരിയൽ ആണല്ലോ. പക്ഷെ ഇതിന് സ്ക്രൂയിങ് ഇല്ല. ഇത് എന്നിട്ട് ഒട്ടിച്ചു വെച്ചേക്കുക. അപ്പൊ ഇത്രയും വെയിറ്റ് ഉള്ള സാധനം എത്രമാത്രം ഒട്ടിച്ചു വെക്കും. അതോടൊപ്പം തന്നെ വിൻഡും മറ്റെന്തെങ്കിലും ഒക്കെ ഒരു ടച്ചിങ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പശ പോയിട്ട് നമ്മുടെ കാനഡയിൽ അധികം ഇത് കാണാറില്ലല്ലോ. ഇല്ല. തണുപ്പല്ലാണോ എന്ന് പറയത്തില്ല. ഇറങ്ങിയപ്പോ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നല്ലാതെ അത് മൊത്തത്തിൽ ഇത് അടിപോയി. കാലിഫോർണിയ അതിന്റെ പൂർണ്ണ പ്രതാപത്തോടു കൂടി നിൽക്കുന്ന സമയങ്ങളാണ് ഈ ഒരു സമയങ്ങളൊക്കെ. ഫെബ്രുവരി, മാർച്ച്, ഇനി ഏപ്രിലും കൂടെ. ഏപ്രിൽ അവസാനത്തോടു കൂടി എല്ലാം തീരും അല്ലേ? കരിഞ്ഞുണങ്ങും. Keep left to I-5 North, then keep right. Be in any of the 4 right lanes. When will I return? അങ്ങനെ നമ്മൾ സാന്റാ ആന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്.
ഇതെല്ലാം ലോസ് ആഞ്ചലസിന്റെ ഔട്ടറുകളാണ്. In 6 kilometers, take exit 107A on the right to California 57 North. അപ്പോൾ കാലിഫോർണിയയിലെ സിറ്റി ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ കൊണ്ടുവരുന്നത്. സിറ്റി ഓഫ് ഇൻഡസ്ട്രി ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളും അവിടുന്ന് മുന്നോട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ നാളെ വീണ്ടും 8 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, ബൈ ബൈ, സീ യു ടുമോറോ. Said I made up